എങ്ങനെ പിടിക്കാൻ കഴിയില്ല. ഞാനൊരു വുമണായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു. ഇങ്ങനെ പിടിക്കണമെങ്കിൽ വനിതാ പോലീസ് വരണം. നിന്നെ പിടിക്കാൻ എനിക്ക് വനിതാ പോലീസിൻ്റെ ആവശ്യമില്ല. കാരണം ഞാനൊരു വുമണായിട്ട് സ്വയം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അവസാനം യൂറോപ്പിലും US ഉയർന്നു വന്ന് ഇന്ന് ലോകമെമ്പാടും സ്വാധീനമുള്ള ഒരു ആക്ടിവിസമാണ് ട്രാൻസ്ജെൻഡേഴ്സ്, ഇന്റർസെക്സ് എന്നീ വിഭാഗങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ മുൻനിർത്തി എല്ലാതരം ലൈംഗിക വൈകൃതങ്ങളെയും ന്യായീകരിക്കുകയാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന ആശയം സെക്സും ജെൻഡറും രണ്ടും രണ്ട് എന്നാണ്. അഥവാ സെക്സ് നമ്മുടെ ലൈംഗിക അവയവം നോക്കി മെയിൽ ഓർ ഫീമെയിൽ എന്ന് നിർവചിക്കലാണ്. ജെൻഡർ എന്നാൽ ഒരാൾക്ക് തന്റെ മനസ്സിൽ താൻ ആരായിട്ടാണ് അനുഭവപ്പെടുന്നത് എന്നാണ്. സെക്സ് എന്തു തന്നെയാണെങ്കിലും മനസ്സിൽ നമുക്ക് നാം ആരായിട്ടാണോ തോന്നുന്നത് അതാണ് നമ്മുടെ ജെൻഡർ. Gender identity is how you see yourself. അതായത് പൂർണ്ണമായും മെയിൽ ബോഡിയുള്ള ഒരാൾ തനിക്ക് താൻ ഒരു സ്ത്രീയായിട്ടാണ് അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ താൻ ഒരു സ്ത്രീയായി ഐഡന്റിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അയാളെ ഒരു സ്ത്രീയായി അംഗീകരിക്കണം എന്നാണ്. ഈ ആശയത്തിന് യാതൊരുവിധ ശാസ്ത്രീയ പിന്തുണയുമില്ല. ഇവരുടെ ആശയത്തിന് എതിരായ ശാസ്ത്രീയ പഠനങ്ങളെയും ഗവേഷണങ്ങളെയും വളരെ സമർത്ഥമായി അവരുടെ രാഷ്ട്രീയം ഉപയോഗിച്ച് നിർത്തിപ്പിക്കുകയും ചെയ്യുന്നു. പ്രശസ്ത ശാസ്ത്രജ്ഞയായ ഡബ്രാസോ തന്റെ എൻഡ് ഓഫ് ജെൻഡർ എന്ന പുസ്തകത്തിൽ ഈ വിഷയം വ്യക്തമായി പറയുന്നു. ഈ പുസ്തകത്തിൽ പറയുന്നത് പോലെ സെക്സോളജിയിലെ സയന്റിസ്റ്റുകളുടെ പഠനങ്ങൾക്ക് ഈ ആക്ടിവിസം തടസ്സം നിൽക്കുകയാണെങ്കിൽ ഇതിനെതിരെ നാം പ്രതികരിക്കണം എന്ന് പറഞ്ഞ പ്രശസ്ത യുക്തിവാദി റിച്ചാർഡ് ഡോക്കിൻസിന് 1996 ലഭിച്ച അദ്ദേഹത്തിന്റെ ഹ്യൂമനിസ്റ്റ് ഓഫ് ദ ഇയർ അവാർഡ് തിരികെ നൽകേണ്ടി വന്നു. തീർത്തും ശാസ്ത്രീയ വിരുദ്ധവും സാമൂഹിക വിരുദ്ധവുമായ ഈ ആശയം ഇന്ന് വളരെ അപകടകരമായ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചിരിക്കുന്നു. ഈ ആശയങ്ങളുടെ പരീക്ഷണ ഭൂമിയായ പടിഞ്ഞാറിന്റെ സ്ഥിതി